Hey BCom and BBA students. Looking for FY UGP classes for BCom and BBA. Looking for summarized notes. Need university updates and exam preparation methods. Do you want all this for free? Join our WhatsApp channel now. ഓക്കെ, വെൽക്കം ടു സ്റ്റഡി ബോർഡ്. അപ്പോൾ നമ്മളിന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ EDP എന്ന് പറയുന്ന പേപ്പറിൽ സെക്കൻഡ് ചാപ്റ്ററിൽ രണ്ടാമത്തെ ക്ലാസ്സാണ്. ചാപ്റ്ററിൻ്റെ പേര് ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് ടു ഓൺട്രപ്രണേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മൾ കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കണ്ടു. ഇനി ബാക്കി നമുക്ക് ഈ ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പേരും അവർ ചെയ്യുന്ന ഫംഗ്ഷൻസുമാണ്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റിൽ വല്ലാണ്ട് വലുതായി കൊടുത്തിട്ടുണ്ട്. വളരെ ബ്രീഫായിട്ടാണ് ഞാൻ നോട്ട് ഇവിടെ തയ്യാറാക്കിയത്. അപ്പോൾ അത് മാത്രം നിങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ഇൻസ്റ്റിറ്റ്യൂഷനാണെന്ത്, കിറ്റ്കോ. അപ്പോൾ കിറ്റ്കോൻ്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ കേരള ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻ ലിമിറ്റഡ് ആണ്. കേരള ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻ ലിമിറ്റഡ്. സോ കേരള ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻ ലിമിറ്റഡ് കിറ്റ്കോ വാസ് സെറ്റപ്പ് ഇൻ 1972. 1972 കിറ്റ്കോ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ബൈ IDBI ആണ്. IDBI എന്ന് പറഞ്ഞ ബാങ്കാണ് ഇത് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഇൻ അസോസിയേഷൻ വിത്ത് അതർ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ IDBI ആണ് സെറ്റപ്പ് ചെയ്ത് 72. അപ്പോൾ മറ്റു പല ദേശീയ തലത്തിലും അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവൽ സംസ്ഥാന തലത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ്. ദ ഗവൺമെൻറ് ഓഫ് കേരള ആൻഡ് ബാങ്ക്സും ഇതിന് എന്തുണ്ട്, കേരളത്തിൽ മാത്രമായിട്ട് ഉണ്ടാക്കിയതാണ്. As a public sector consultancy organization, KITCO aims to meet the technical consultancy needs and entrepreneurs in small, medium and large scale industrial sectors. ഇനി കിറ്റ്കോൻ്റെ ഫങ്ഷൻസും സർവീസുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് പ്രൊജക്റ്റ് ഐഡൻറ്റിഫിക്കേഷനും അതിൻ്റെ അപ്രൈസലുമാണ്. അപ്പോൾ ഒരു പ്രൊജക്റ്റുമായിട്ട് ഒരാൾ വരികയാണ്, ഇങ്ങനത്തെ ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിവിടെ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും നമ്മൾ വിലയിരുത്തുക. അതിൻ്റെ പേരാണ് അപ്രൈസൽ. രണ്ടാമത്തേതാണ് ഓൺട്രപ്രണോറിയൽ ഗൈഡൻസ് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ്. ഓൺട്രപ്രണർക്ക് വേണ്ട ഗൈഡൻസും അവർക്ക് വേണ്ട ഡെവലപ്മെൻറ്റിനുള്ള സഹായങ്ങളും ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തത് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസിയാണ്. മാനേജ്മെൻറ്റിന് വേണ്ട കൺസൾട്ടൻസി സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. നാലാമത്തത് എക്സിക്യൂട്ടീവ് സെലക്ഷനാണ്. എക്സിക്യൂട്ടീവ് സെലക്ഷൻ എന്താണെന്ന് വെച്ചാൽ വേണ്ട ഉദ്യോഗസ്ഥരെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെന്താ വരുന്നത്, കൺസൾട്ടൻസി ഇൻ ഹെൽത്ത്, ടൂറിസം ആൻഡ് അതർ സെക്ടേഴ്സ്. അപ്പോൾ ഹെൽത്ത് മേഖലയിൽ ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്, ഒരു സ്ട്രോങ് ഏരിയയാണ് ഹെൽത്ത്. ടൂറിസം ഒരു സ്ട്രോങ് ഏരിയയാണ് ഈ ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ച്. പിന്നെ മറ്റ് പല വിദ്യാഭ്യാസം ഒരു നല്ലൊരു മേഖല തന്നെയാണ്. പിന്നെ മോഡേണൈസേഷൻ, എക്സ്പാൻഷൻ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ സ്റ്റഡീസ് നടത്തുക എന്നുള്ളതാണ്. ഡയഗ്നോസ്റ്റിക് സ്റ്റഡീസ് ഫോർ സിക്ക് യൂണിറ്റുകളാണ്. പിന്നെ എക്കണോമിക് സർവേകൾ നടത്തുക. പിന്നെ ടെക്നോളജിക്കൽ ട്രാൻസ്ഫർ ഏജൻസി ബിറ്റ്വീൻ റിസർച്ച് ലാബ് ആൻഡ് ഓൺട്രപ്രണേഴ്സ്. അപ്പോൾ പല റിസർച്ച് ലാബുകൾ പല ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് നടത്തുന്നുണ്ട്. അത് ഓൺട്രപ്രണേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ കിറ്റ്കോൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു സപ്പോർട്ട് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഓൺട്രപ്രണേഴ്സിനുള്ള മറ്റൊരു സപ്പോർട്ട് ഇൻസ്റ്റിറ്റ്യൂഷനാണ് സയൻസ് ആൻഡ് ടെക്നോളജി ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്, STED. So the Science and Technology Entrepreneurship Development Project is an autonomous organization under the Department of Science and Technology. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വരുന്നൊരു ഓട്ടോണോമസ് സ്വയം ഭരണാവകാശമുള്ളൊരു സ്ഥാപനമാണത്. ഇറ്റ്സ് മെയിൻ ഒബ്ജക്റ്റീവ് ഇസ് ടു പ്രൊമോട്ട് ഓൺട്രപ്രണർഷിപ്പ് ആൻഡ് ജനറേറ്റ് എംപ്ലോയ്മെൻറ്റ് ത്രൂ സയൻസ് ആൻഡ് ടെക്നോളജി ഇൻപുട്ട്. അല്ലേ, നമുക്കറിയാം ഓൺട്രപ്രണേഴ്സ് ഇപ്പോൾ നമുക്ക് മൊബൈൽ ഫോണുകളാവട്ടെ അല്ലെങ്കിൽ എല്ലാ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളാവട്ടെ, അപ്പോൾ അതിന് സയൻസുമായിട്ട് നല്ല ബന്ധമുണ്ട്. പ്രത്യേകിച്ച് ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സയൻസ് ആൻഡ് ടെക്നോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓൺട്രപ്രണർഷിപ്പിന്. അപ്പോൾ അതിന് സഹായിക്കുന്ന ഒരു സ്ഥാപനമാണിത്. ഇൻ കേരള ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് അഡ്മിനിസ്റ്റേഴ്സ് STD വിത്ത് ബ്രാഞ്ചസ് ഓഫ് ഓൾ 14 districts. ദ പ്രൊജക്ട് എയിം ടു ബ്രിങ് അബൌട്ട് സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ത്രൂ സയൻസ് ആൻഡ് ടെക്നോളജി ഇൻ്റർവെൻഷൻസ്. ഓക്കെ, അപ്പോൾ ഈ STEDൻ്റെ പ്രൊജക്റ്റ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഐഡൻറ്റിഫൈ ഫീസിബിൾ റിസോഴ്സ് ബേസ്ഡ് പ്രൊജക്റ്റ്. അതായത് ഇപ്പോൾ ഓരോ ജില്ലകളിലും അല്ലെങ്കിൽ റൂറൽ ആൻഡ് സെമി അർബൻ ഏരിയാസിൽ അത് ഫീസിബിൾ ആണോ, അത് നടക്കാൻ പറ്റുന്ന പ്രൊജക്റ്റുകൾ. അപ്പോൾ അവർക്കുള്ള റിസോഴ്സ് ഇപ്പോൾ ചിലപ്പോൾ ആലപ്പുഴ ഭാഗത്താണെങ്കിൽ ടൂറിസം പ്രൊമോട്ട് ചെയ്യാം. ഇപ്പോൾ കോഴിക്കോട് ഭാഗത്താണെങ്കിൽ ഫുഡ് ടൂറിസം അല്ലെങ്കിൽ അതേമാതിരി ഹോട്ടൽ ചെയിനുകൾ തുടങ്ങാം. കാരണം കുറച്ചും കൂടി അതിനൊരു സാധ്യതയുള്ള സ്ഥലമാണ്.
അപ്പോൾ അങ്ങനത്തെ നല്ല നല്ല പാചകക്കാർ, പ്രത്യേകിച്ച് നോണൊക്കെ നന്നായിട്ട് നമ്മൾ വെക്കുന്ന ആൾക്കാരാണ്. കോഴിക്കോട് മാത്രമല്ല പറഞ്ഞത്, ഇപ്പോൾ ഞാനവിടെ ജീവിക്കുന്ന ആളായതുകൊണ്ടല്ല, ഈ മലബാർ ഏരിയയിൽ കോഴിക്കോട്, മലപ്പുറം ഈ ഒരു റീജൻ അങ്ങനത്തെ ഒരു ഫുഡ് ടൂറിസം ഒക്കെ പ്രൊമോട്ട് ചെയ്യാം. അപ്പോൾ ആ ഫീസിബിൾ നോക്കിയിട്ട് പ്രൊജക്റ്റുകൾ എന്ത് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യാം. പിന്നെ വരുന്നത് എന്താണ്, ഇംപ്രൂവ് എക്സിസ്റ്റിംഗ് എൻ്റർപ്രൈസസ് ത്രൂ S&T ഇൻ്റർവെൻഷൻ. S&T എന്ന് വെച്ചാൽ എന്താണ്? അപ്പോൾ S&T എന്ന് വെച്ചാൽ സയൻസ് ആൻഡ് ടെക്നോളജി എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സയൻസ് ആൻഡ് ടെക്നോളജി ഇൻ്റർവെൻഷൻസ് ഫോർ ഓൺട്രപ്രണേഴ്സ്. അപ്പോൾ സയൻസും ടെക്നോളജിയും എന്താണ് ഓൺട്രപ്രണേഴ്സിന് എത്രമാത്രം സഹായകമാകുന്നുള്ളത്, അത് യൂസ് ചെയ്ത് എന്താണ് ഓൺട്രപ്രണർഷിപ്പിനെ വളർത്തുക എന്നുള്ളതാണ് ഈ ഒരു STEDൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് വെച്ചാൽ. അടുത്തത് ഇംപ്രൂവ് എക്സിസ്റ്റിംഗ് എൻ്റർപ്രൈസസ് ത്രൂ S&T ഇൻ്റർവെൻഷൻ. പിന്നെ എന്താണ്, ഓർഗനൈസ് എൻ്റർപ്രൈസ് അവയർനെസ് ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്. ലാസ്റ്റ് എന്താണ്, ലോഞ്ച് മൈക്രോ എൻ്റർപ്രൈസ് ഇൻ സെലക്റ്റഡ് ലൊക്കേഷൻ. ചില സെലക്റ്റഡ് ലൊക്കേഷൻ വളരെ മൈക്രോ ആയ എൻ്റർപ്രൈസ്, ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ എന്താണ് തുടങ്ങാൻ സഹായിക്കുക എന്നുള്ളതാണ്. പിന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് STEDയെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എഴുതേണ്ടത്. ഇനി അടുത്ത ഒരു സൈഡ് ഹെഡിങ് ആണ് നാഷണൽ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ബോർഡ്. ഇതും ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ സപ്പോർട്ട് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. So the National Entrepreneurship Development Board is the top authority responsible for shaping the country's entrepreneurship development policies. ഇനി അടുത്ത ഓർഗനൈസേഷനാണ് നാഷണൽ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ബോർഡ്, NEDB. So the National Entrepreneurship Development Board is the top authority responsible for shaping the country's entrepreneurship development policies. Established in 1983. 1983 ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് ടോപ്പ് അതോറിറ്റിയാണ്. രാജ്യത്തിൻ്റെ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പോളിസി ഈ ഒരു സ്ഥാപനമാണ് ഏറ്റവും ടോപ്പ് അതോറിറ്റി ആയിട്ട് ഉള്ളത്. NEDB ഈസ് ചെയർഡ് ബൈ ദ ഇൻഡസ്ട്രി മിനിസ്റ്റർ. NEDB ആരാണ് അതിൻ്റെ ചെയർ ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ ടോപ്പ് ചെയർമാനായിട്ട് ആരായിരിക്കുന്നത്? ഇൻഡസ്ട്രി മിനിസ്റ്ററാണ്. വിത്ത് ദ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് സെർവിങ് ആസ് വൈസ് ചെയർമാൻ. അതായത് ക്യാബിനറ്റ് മിനിസ്റ്ററും മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റും ഉണ്ട് ഇൻഡസ്ട്രീൻ്റെ. അപ്പോൾ വ്യവസായ മന്ത്രിയും സ്റ്റേറ്റ് മന്ത്രി, സഹമന്ത്രിയും കൂടി ചേർന്നിട്ടാണ് ഇതിനെന്ത് ചെയ്യുക, ടോപ്പ് ചെയർ ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, അതിൻ്റെ ടോപ്പിൽ ഇരിക്കുന്ന ആൾക്കാർ. ആസ് ദ ആപ്പെക്സ് ബോഡി, അത് ആപ്പെക്സ് ബോഡിയാണ് ഇന്ത്യയിൽ. അതായത് ഈ ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യേണ്ട ഇന്ത്യ നിലവിൽ ഇപ്പോൾ രാജ്യത്തിൻ്റെ ഏറ്റവും ടോപ്പ് ബോഡിയാണ്. NEDB പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ പ്രൊമോട്ടിംഗ് ഓൺട്രപ്രണർഷിപ്പ്, ക്രിയേറ്റിംഗ് ആൻ എൻവയോൺമെൻറ്റ് കൺഡ്യൂസീവ് ടു ബിസിനസ് ഗ്രോത്ത്. ബിസിനസ് വളരാനും പിന്നെ ഇന്നൊവേഷൻ ഫോസ്റ്റർ ചെയ്യാനും അതും വളർത്തിയെടുക്കാനും ഈ ഒരു സ്ഥാപനം ഉള്ളത്. അപ്പോൾ NEDBയുടെ മെയിൻ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഐഡൻറ്റിഫൈ ആൻഡ് റിമൂവ് എൻട്രി ബാരിയർ ഫോർ ന്യൂ ഓൺട്രപ്രണേഴ്സ്. അപ്പോൾ ന്യൂ ഓൺട്രപ്രണേഴ്സിൻ്റെ എൻട്രി ബാരിയേഴ്സ് എന്ത് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യാനും റിമൂവ് ചെയ്യുവാണ്. സപ്പോർട്ട് എക്സിസ്റ്റിംഗ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ് ടു ഓവർകം കൺസ്ട്രെയിൻസ് ആണ്. അപ്പോൾ ഇവരും മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം, അത് ചെറുകിട വ്യാപാരങ്ങൾ വ്യാപാരങ്ങളല്ല, വ്യവസായങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്തേ പറ്റൂ. കാര്യം അതിൽ തുടങ്ങുമല്ലോ. ഫെസിലിറ്റേറ്റ് ഗ്രോത്ത് ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ ആണ്. അപ്പോൾ ഗ്രോത്തും ഡൈവേഴ്സിഫിക്കേഷനും ഫെസിലിറ്റേറ്റ് ചെയ്യലാണ് ഓഫ് എക്സിസ്റ്റിംഗ് ഓൺട്രപ്രണോറിയൽ വെഞ്ചേഴ്സ് ആണ്. നിലവിലുള്ള ഓൺട്രപ്രണോറിയൽ വെഞ്ചേഴ്സിൽ അതിനു വേണ്ടി സഹായിക്കലാണ്. പ്രൊമോട്ട് സ്കിൽ അപ്ഗ്രഡേഷൻ ആണ്. സ്കിൽ അപ്ഗ്രഡേഷൻ പ്രൊമോട്ട് ചെയ്യുക. ആൻഡ് ലേണിംഗ് എമംഗ് ഓൺട്രപ്രണേഴ്സ് ആൻഡ് മാനേജേഴ്സ്. അപ്പോൾ ഓൺട്രപ്രണേഴ്സിന് മാനേജേഴ്സ് അവർക്ക് വേണ്ട ലേൺ ചെയ്യേണ്ട കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ സപ്പോർട്ട് ഏജൻസീസ് ഇൻ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ടു മീറ്റ് കറണ്ട് ഗ്രോത്ത് റിക്വയർമെൻ്റ് ആണ്. അപ്പോൾ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് വേണ്ടതാണ് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ഫംഗ്ഷനായിട്ട് വരുന്നത്. ഇനി NEDBക്ക് പല തന്ത്രങ്ങളുണ്ട്, സ്ട്രാറ്റജീസ് ഉണ്ട്. ഒന്നെന്താണ് ഇവോൾവിങ് ട്രെയിനിങ് മെത്തഡോളജി. അതായത് ട്രെയിനിങ് മെത്തഡോളജിയിൽ പല മാറ്റങ്ങൾ വരുത്താം, ട്രെയിനിങ് കൊടുക്കുന്നതിൽ പല മാറ്റങ്ങൾ വരുത്തി ചെയ്യാം. ഡെവലപ്പിംഗ് സിലബസ് ഫോർ ട്രെയിനിങ് പ്രോഗ്രാം. ഇപ്പോൾ ട്രെയിനിങ് പ്രോഗ്രാമിന് വേണ്ട സിലബസുകൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ക്രിയേറ്റിംഗ് ട്രെയിനിങ് എയ്ഡ്സ് ആണ്. ഇപ്പോൾ ട്രെയിനിങ്ങിന് വേണ്ട സഹായങ്ങൾ കൊടുക്കുക, അതിന് വേണ്ട ടൂൾസ് കൊടുക്കുക എന്നുള്ളതാണ്. സപ്പോർട്ടിങ് അതർ ഏജൻസീസ് ഇൻ ഓൺട്രപ്രണോറിയൽ ട്രെയിനിങ്. മറ്റ് ഏജൻസീസിന് ഓൺട്രപ്രണോറിയൽ ട്രെയിനിങ്ങിന് വേണ്ടി സപ്പോർട്ട് ചെയ്യലാണ്. പിന്നെ ട്രെയിനിങ് ദ ട്രെയിനേഴ്സ്. ട്രെയിനിങ് കൊടുക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യുക, അപ്പോൾ ടീച്ചർ ട്രെയിനിങ് ഉണ്ടല്ലോ, ടീച്ചേഴ്സ് ട്രെയിനിങ് കൊടുക്കുന്ന ആൾക്കാരല്ല, അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുന്നില്ല. അതേമാതിരി ട്രെയിനിങ് ദ ട്രെയിനേഴ്സ്. ഓക്കെ, ഇനി അടുത്തൊരു സപ്പോർട്ട് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓൺട്രപ്രണർഷിപ്പ് ആൻഡ് സ്മോൾ ബിസിനസ് ഡെവലപ്മെൻറ്റ്, NIESBD എന്ന് പറയും. ഇത് ചോദിച്ചിട്ടുണ്ട് ഒരു വട്ടം, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. NIESBD, ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓൺട്രപ്രണർഷിപ്പ് ആൻഡ് സ്മോൾ ബിസിനസ് ഡെവലപ്മെൻറ്റ്. സോ ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എൻ്റർപ്രണർഷിപ്പ് ആൻഡ് സ്മോൾ ബിസിനസ് ഡെവലപ്മെൻറ്റ് NIESBD വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1983. ഈ വർഷങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കണേ. ഈ ചാപ്റ്ററിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളതാണ്. നിങ്ങൾ ഒന്നും കൂടി അതൊന്ന് വായിച്ചു നോക്കണം. ക്ലാസ് കേട്ട് കഴിഞ്ഞാണ് ആ പ്രിൻറ്റ് എടുത്തിരുന്നാണ് ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കുക. By the Government of India as an apex body, NIESBD oversees and coordinates entrepreneurial development programs across various agencies.
അപ്പോൾ ഇവരും എന്താണ് ഓൺട്രപ്രണർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ചെയ്യുന്നതാണ്. ഇത് എന്താണ് സൊസൈറ്റി ആക്ട് പ്രകാരം 1860 നിന്നാണ് ഇവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഓപ്പറേഷൻ ബിഗാൻ ചെയ്ത് 1983 ഇനി നീസ് ബഡിൻ്റെ ലക്ഷ്യങ്ങൾ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഡെവലപ്പ് സ്റ്റാൻഡർഡൈസ്ഡ് മെറ്റീരിയൽ വെക്കുക. അതായത് എന്താണ് ഈ സ്റ്റാൻഡേർഡ് കുറഞ്ഞ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഈ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാതെ സ്റ്റാൻഡർഡൈസ്ഡ് മെറ്റീരിയൽ വെക്കുക. കാരണം അത് നമ്മൾ എക്സ്പോർട്ടൊക്കെ ചെയ്യുമ്പോൾ ഗുണം ചെയ്യും. ആൻഡ് പ്രോസസ്സസ് ഫോർ ഓൺട്രപ്രണർ സെലക്ഷൻ ട്രെയിനിങ് ആൻഡ് സപ്പോർട്ട്. ഓൺട്രപ്രണേഴ്സിനുള്ള സെലക്ഷനും ട്രെയിനിങ്ങും സപ്പോർട്ടിനൊക്കെ ഒരു പ്രോസസ്സ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, ഒരു സ്റ്റാൻഡർഡൈസ്ഡ് പ്രോസസ്സ്. പിന്നെ വരുന്നത് എന്താണ്? സപ്പോർട്ട് ആൻഡ് എഫിലിയേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റി. ഓൺട്രപ്രണർ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിൽ വേണ്ട സപ്പോർട്ടുകൾ കൊടുക്കുക. സെർവ് ആസ് എ നാഷണൽ റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഒരു നാഷണൽ റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് സെർവ് ചെയ്യാം ഫോർ ആക്സലറേറ്റിംഗ് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടൊരു എന്താണ് ഒരു റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാ കാര്യങ്ങളും അവിടുന്ന് കിട്ടുന്ന രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ്. പ്രൊവൈഡ് വൈറ്റലായ ഇൻഫർമേഷൻ എന്താ ചെയ്യുക? പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് സപ്പോർട്ട് ത്രൂ റിസർച്ച് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ. പിന്നെന്താണ്? ട്രെയിനേഴ്സിന് ട്രെയിനിങ് കൊടുക്കുക, പ്രൊമോട്ടേഴ്സിന് കൊടുക്കുക, കൺസൾട്ടൻസ് ഇൻ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് നീസ് ബഡിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറഞ്ഞത്. ഇനി നീസ് ബഡിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഡെവലപ്പ് എഫക്റ്റീവ് സ്ട്രാറ്റജീസ് ആൻഡ് മെത്തേഡ്. നല്ല എഫക്റ്റീവായ സ്ട്രാറ്റജീസും മെത്തേഡും എന്ത് ചെയ്യുക? ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റാൻഡർഡൈസ് മോഡൽ സിലബസ് ഫോർ ട്രെയിനിങ്. അതായത് ട്രെയിനിങ്ങിന് വേണ്ട മോഡൽ സിലബസുകൾ കൊടുക്കുക. ക്രിയേറ്റ് ട്രെയിനിങ് എയ്ഡുകൾ കൊടുക്കുക, ടൂൾസും മാനുവൽസും കൊടുക്കുക. കണ്ടക്ട് വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യുക, സെമിനാറുകൾ കോൺഫറൻസുകൾ കണ്ടക്ട് ചെയ്യുക. ഇവാലുവേറ്റ് ആൻഡ് പ്രൊമോട്ട് എന്താണ്? ഓൺട്രപ്രണോറിയൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകൾ എന്ത് ചെയ്യുക? ഇവാലുവേറ്റ് ചെയ്യുക, അത് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട ഗവൺമെൻറ് തലത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അത് കൂടാതെ എന്തുണ്ട്? ടെക്നോ പാർക്കുകൾ രാജ്യത്തുണ്ട്. അപ്പോൾ എന്താ ടെക്നോ പാർക്ക് ഓൾസോ നോൺ ആസ് ടെക്നോളജി പാർക്ക് ഓർ സയൻസ് പാർക്ക് ഇസ് എ ഡിസിഗ്നേറ്റഡ് ഏരിയ that provides infrastructure support and conducive business environment for technology oriented business. അത് അധികം ഈ IT മേഖലയിലുള്ളത്. IT മേഖലയിൽ പല ഏരിയാസ് ടെക്നോ പാർക്കുകളായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ വളരെ സക്സസ്ഫുള്ളായി നടക്കുന്ന ഒരു ബിസിനസ്സാണ്. IT മേഖലയിൽ ഈ പറഞ്ഞ സോഫ്റ്റ്വെയറുകൾ ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഈ അക്കൗണ്ടുകൾ നമ്മൾ ടാലിയാക്കി കൊടുക്കുക, അങ്ങനെയൊക്കെ. അല്ലാതെ മറ്റ് ടെക്നോളജി അല്ല. അതായത് ഇപ്പോൾ മൊബൈൽ ഫോൺ മാനുഫാക്ചറിങ്ങോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ മാനുഫാക്ചറിങ്ങോ അതൊന്നും ഇതുവരെ ആയിട്ടില്ല എന്നുള്ളതാണ്. ടെക്നോ പാർക്ക് ഹാസ് സിഗ്നിഫിക്കൻ്റ്ലി കോൺട്രിബ്യൂട്ടഡ് ടു ദ ഗ്രോത്ത് ഓഫ് ദ റീജൻ. അപ്പോൾ നമ്മുടെ ഓരോ റീജൻ, പ്രത്യേകിച്ച് ബാംഗ്ലൂർ റീജനൊക്കെ അല്ലെങ്കിൽ കർണാടക റീജനൊക്കെ വളരാൻ ടെക്നോ പാർക്കുകൾ വലിയൊരു കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ദ എക്കണോമിക് ലിബറലൈസേഷൻ പോളിസി ഇനീഷ്യേറ്റഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻ 1991. അതായത് 91 എക്കണോമിക് ലിബറലൈസേഷൻ പോളിസി വലിയൊരു മാറ്റമാണ് രാജ്യത്ത് കൊണ്ടുവന്നത്. അതിനുശേഷമാണ് നമ്മുടെ ഈ വരുമാനമൊക്കെ കൂടാനൊക്കെ തുടങ്ങിയത്. അലോങ് വിത്ത് ദ റാപ്പിഡ് ഗ്രോത്ത് ഓഫ് ഗ്ലോബൽ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി ഇൻ 1990s ഹാവ് പ്ലേഡ് എ സബ്സ്റ്റാൻഷ്യൽ റോൾ ഇൻ ദിസ് ഡെവലപ്മെൻറ്റ്. ഇനി ഫങ്ഷൻസ് ഓഫ് ടെക്നോ പാർക്കാണ്. ടെക്നോ പാർക്കിൻ്റെ ഫങ്ഷൻസ് എന്താണ്? ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യലാണ്. പ്രൊവൈഡ് ഓഫീസ് സ്പേസ്, ടെക്നിക്കൽ കൺസൾട്ടിങ്, മാർക്കറ്റിംഗ് സപ്പോർട്ട്, ട്രെയിനിങ്. ആ ഒരു മേഖലയിൽ ഇങ്ങനെ ഉണ്ടെന്ന് പറയുമ്പോൾ എല്ലാവരും അങ്ങോട്ട് വരും. അപ്പോൾ ഒരാൾക്ക് ബിസിയായ വേറെ ആളിലേക്ക് പോകാൻ എളുപ്പമാണ്. അപ്പോൾ അവിടെ ബിസിനസ് തുടങ്ങുന്ന ആൾക്കാർക്ക് കാര്യങ്ങളിൽ ഒരു ബിസിനസ് സപ്പോർട്ട് കിട്ടാൻ എളുപ്പമാണ്. പിന്നെന്താണ്? ബിസിനസ് ഇൻട്രഡക്ഷനാണ്. ഡിസ്കവേഴ്സ് പ്രോസ്പെക്റ്റീവ് ബിസിനസ്, എനേബിൾസ് ടെക്നോളജി ട്രാൻസ്ഫർ ആൻഡ് സെക്യൂർസ് ഹൈടെക് എൻ്റർപ്രൈസുകൾക്ക് സെക്യൂരിറ്റി കൊടുക്കുന്നു. പിന്നെ ഈ പറയുന്ന ടെക്നോളജി ട്രാൻസ്ഫറൊക്കെ അവിടെ നടക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ടെക്നോളജി ഇന്നൊവേഷൻസ് നടക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു ഫങ്ഷനായിട്ട് പറയുന്നത്. പല ഇന്നൊവേഷൻസ്, പുതുമകൾ കൊണ്ടുവരുന്നു. പിന്നെ കോപ്പറേഷൻ വർദ്ധിക്കുന്നു, അതായത് സഹകരണം വർദ്ധിക്കുന്നു. പിന്നെ പലതരത്തിലുള്ള ഇൻസെൻറ്റീവ്സ് ഈ പറയുന്ന ഓൺട്രപ്രണേഴ്സിന് കൊടുക്കുന്നു. അത് കൺസൾട്ടിങ് ആവാം, കോച്ചിങ് ആവാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഒക്കെ ആവാം. അപ്പോൾ അതാണ് അടുത്തൊരു ചോദ്യമായിട്ട് മീനിങ് ഓഫ് ഇൻസെൻറ്റീവ്. പല ഇൻസെൻറ്റീവുകൾ, അതായത് പല ആനുകൂല്യങ്ങളാണ് ഇൻസെൻറ്റീവ് എന്ന് വെച്ചാൽ. അത് സബ്സിഡികളാവാം, ബോണസുകളാവാം, ടാക്സ് ഒഴിവാക്കി കൊടുക്കലാവാം, അങ്ങനെ പല ഇൻസെൻറ്റീവുകളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇൻസെൻറ്റീവ് എന്നുള്ളതാണ്. ഇൻസെൻറ്റീവ് ആർ സ്റ്റിമുലൈ ഫോർ ആക്ഷൻ ദാറ്റ് മോട്ടിവേറ്റ് ഓൺട്രപ്രണർ. അല്ല, നമുക്ക് തന്നെ ഇപ്പോൾ നമുക്ക് ഒരു വരുമാനം എന്ന് പറയുന്നത് ഒരു ഇൻസെൻറ്റീവാണ്, അല്ലേ? അതിലൊരു മോട്ടിവേഷനാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച്. അപ്പോൾ വലിയ വരുമാനമുള്ള ജോലി വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ്. ടു സ്റ്റാർട്ട് ആൻഡ് റൺ സ്മോൾ സ്കെയിൽഡ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ്. അപ്പോൾ ഇൻഡസ്ട്രിക്ക് ആയിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അത് സ്റ്റിമുലിയാണ് ഇൻസെൻറ്റീവ്. എന്തിനാണ്? ഒരു മോട്ടിവേഷൻ ഫോർ ഓൺട്രപ്രണേഴ്സ് ടു സ്റ്റാർട്ട് ആൻഡ് റൺ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. ഇനി ഇൻസെൻറ്റീവിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ഒന്ന്, ഡീസെൻട്രലൈസേഷൻ ഓഫ് എക്കണോമിക് പവർ സാധിക്കുന്നുള്ളതാണ്. എക്കണോമിക് പവർ ഡീസെൻട്രലൈസ്ഡ് ആവും. എല്ലാവരിലേക്കും ഒരു ആളിലേക്ക് ഒതുങ്ങിക്കൂടാതെ ഒരുപാട് പേരെന്ത് വരും? ഈ പറഞ്ഞ വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങും. അപ്പോൾ പല ആൾക്കാർക്കും ഈ വരുമാനം കിട്ടുന്നുള്ളതാണ്. പിന്നെ ബാലൻസ്ഡ് റീജിയണൽ ഗ്രോത്ത് ആണ്.
പിന്നെ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ടെക്നോളജിയാണ്, ടെക്നോളജി മാറുന്നുള്ളത്. അപ്പോൾ ബാലൻസ്ഡ് റീജിയണൽ ഗ്രോത്ത് എന്താണ്, ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നമ്മുടെ വെസ്റ്റേൺ സൈഡ് ആണ് കൂടുതൽ ഇൻഡസ്ട്രിയലി ടോപ്പായി നിൽക്കുന്നത്. ഈസ്റ്റേൺ സൈഡ് കുറച്ച്, തമിഴ്നാട് ഉണ്ട് ഈസ്റ്റേൺ സൈഡാണ്, പക്ഷേ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് ആന്ധ്ര വരെ ഉണ്ട്, പക്ഷേ ഈ ഒറീസ മുതൽ മേലോട്ടേക്ക് എന്താണ് കുറച്ച് ബാക്ക്വേർഡാണ്. അപ്പോൾ അത് എല്ലാ റീജിയനും ബാലൻസ്ഡ് ആക്കണം. പിന്നെ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ടെക്നോളജിയാണ്, ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യുക. പിന്നെ എന്താണ് ഓവർകംസ് ഡിഫിക്കൽട്ടീസ് ഇൻ ബാക്ക്വേർഡ് ഏരിയ, പിന്നോക്ക മേഖലയിൽ നിന്നാണ് എല്ലാം ഡിഫിക്കൽട്ടീസ് മാറ്റുക. ജനറേറ്റ്സ് ഇൻഡസ്ട്രിയലൈസേഷൻ ജനറേറ്റ് ചെയ്യുക. പിന്നെ എൻകറേജ് ഓൺട്രപ്രണർഷിപ്പാണ്, ഓൺട്രപ്രണേഴ്സിന് എന്താണ് എൻകറേജ് ചെയ്യുക. ഹെൽപ്പ് ഓവർകം കോമ്പറ്റീഷനാണ്, കോമ്പറ്റീഷൻ ഓവർകം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം. ഇനി എന്താണ് ഇൻസെൻറ്റീവിൻ്റെ നീഡ്? ഒന്ന് റീജിയണൽ ഡിസ്പാരിറ്റി, അത് ഞാൻ പറഞ്ഞില്ല, ചില മേഖലകളിൽ എന്താണ് വികസനമുണ്ട്, ചില മേഖലയിലില്ല. അപ്പോൾ ആ ഒരു ഡിസ്പാരിറ്റി കുറയ്ക്കുക. പിന്നെ എന്താണ് ഓൺട്രപ്രണർഷിപ്പിനെ പ്രൊമോട്ട് ചെയ്യുക. കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത്, സർവൈവലും ഗ്രോത്തും വളർത്തുക. ജനറേറ്റ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് റിമൂവ് അൺഎംപ്ലോയ്മെൻ്റ് ആണ്. പിന്നെ അടുത്തൊരു ചോദ്യമാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസെൻറ്റീവ്, ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻസെൻറ്റീവ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു. അപ്പോൾ ഇൻസെൻറ്റീവ്സിനെ നമുക്ക് പലതരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഫിനാൻഷ്യലും നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ഉണ്ട്. ഫിനാൻഷ്യൽ എന്ന് വെച്ചാൽ സബ്സിഡികളും ഗ്രാൻറ്റുകളൊക്കെയാണ്. നോൺ ഫിനാൻഷ്യൽ എന്താണ് മാർക്കറ്റിംഗ് അസിസ്റ്റൻസ്, ടെക്നിക്കൽ അസിസ്റ്റൻസ് ഒക്കെയാണ്. പിന്നെ കൺസെഷൻ, സബ്സിഡി, ബൗണ്ടി, അത് ഒരു തരം ഇൻസെൻറ്റീവാണ്. അത് കൺസെഷൻസ് വരാറുണ്ട്. സബ്സിഡി അത് ഇവിടെ പറഞ്ഞ സാധനം തന്നെയാണ്, അതും പിന്നെ ബൗണ്ടീസ്. കൺസെഷൻ എന്താണ് റെഡ്യൂസ്ഡ് ഫീ ആണ്, ഫീ കുറച്ച് കൊടുക്കുക. ഗവൺമെൻറ് എന്താണ് ഇപ്പോൾ രജിസ്ട്രേഷൻ ഫീ ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കുറച്ച് കൊടുക്കുക. സബ്സിഡി എന്ന് വെച്ചാൽ വലിയൊരു പേയ്മെൻറ്റ്, നമ്മൾ ലോൺ വാങ്ങുമ്പോൾ ലോണിൽ സബ്സിഡി കൊടുക്കുക, അപ്പോൾ തിരിച്ചടയ്ക്കുമ്പോൾ അത്രയും ലോൺ അടയ്ക്കേണ്ട. പിന്നെ ബൗണ്ടി എന്താണ്, നമ്മൾ എന്തെങ്കിലും ഒരു ഓഫർ വെച്ചിട്ട് ഗവൺമെൻറ് വെക്കണ നേരത്തെ അത് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നൊരു എന്താണ് ഒരു പ്രൈസ് മണിയാണ് ബൗണ്ടി. അപ്പോൾ അത്. പിന്നെ നോൺ ടാക്സ് ബേസ്ഡ് വരുന്നുണ്ട്, അതേമാതിരി ടാക്സ് ബേസ്ഡ്. നോൺ ടാക്സ് എന്താണ് ടാക്സ് അല്ലാത്തത്, സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ്, അതായത് ഒരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയുള്ള എന്തെങ്കിലും പൈസ ഗവൺമെൻറ്റിന് കിട്ടുക, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുക. ടാക്സ് ബേസ്ഡ് എന്താണ് ടാക്സും ഡ്യൂട്ടിയും കുറച്ച് തരുന്ന ഇൻസെൻറ്റീവ്സ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇൻസെൻറ്റീവ്സിൻ്റെ വേരിയസ് കൈൻഡ്സ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് സബ്സിഡീസ് ആണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ provides subsidies to new and upcoming entrepreneurs, encourage investment and economic growth, support business development, foster entrepreneurship and job creation. അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പലതരത്തിലുള്ള സബ്സിഡീസ് എന്താണ് ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ഇൻവെസ്റ്റ്മെൻറ്റ് എൻകറേജ്, എക്കണോമിക് ഗ്രോത്ത്, പിന്നെ എന്താണ് സപ്പോർട്ട് ബിസിനസ് ഡെവലപ്മെൻറ്റ്, പിന്നെ എന്താണ് ഫോസ്റ്റർ എക്കണോമിക് ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് ആൻഡ് ജോബ് ക്രിയേഷൻ ആണ്. സബ്സിഡീസ് ഹെൽപ്പ് ഓൺട്രപ്രണേഴ്സ് എസ്റ്റാബ്ലിഷ് ഗ്രോ ദെയർ ബിസിനസ്. സബ്സിഡി കിട്ടുമ്പോൾ എന്താണ് വളരാനുള്ള, അപ്പോൾ ചൈനയ്ക്ക് ഒരുപാട് സബ്സിഡി എന്താണ് അവർ ഓൺട്രപ്രണേഴ്സിന് കൊടുക്കാറുണ്ട്. പിന്നെ സബ്സിഡീൻ്റെ കേസ് പറയുകയാണെങ്കിൽ എന്താണ്, ഒന്ന് ക്രെഡിറ്റ് ലിങ്ക്ഡ് ബേസ്, പലതരം സബ്സിഡി ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് അവൈലബിൾ ഇൻ ഇന്ത്യയാണ്. ഒന്ന് CLCSS ആണ്, അത് 15% ക്യാപിറ്റൽ സബ്സിഡി കൊടുക്കുന്നതാണ്. അത് ടെക്നോളജിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ 1 കോടി വരികയാണെങ്കിൽ 15 ലക്ഷം ഗവൺമെൻറ് തരുന്നുള്ളതാണ്. പിന്നെ സബ്സിഡി ഓൺ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ആവണമെങ്കിൽ റീഇംബേഴ്സ്മെൻറ്റ് അപ് ടു 75%, മാക്സിമം 75,000 ആണ്. അപ്പോൾ നമ്മൾ ലക്ഷത്തിന് എന്താണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി, ക്വാളിറ്റി മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്താൽ 75,000 വരെ തരും. 2 ലക്ഷം ആകുമ്പോൾ 75,000 തരുള്ളൂ. 2 ലക്ഷത്തിന് 75%, 1.5 ലക്ഷം അല്ലേ, അങ്ങോട്ട് എത്തൂല. മാക്സിമം 75%. അപ്പോൾ 50,000 ആണെന്നാണ് അതിൻ്റെ 25% കിട്ടും, അതായത് ഒരു 37 ലക്ഷം കിട്ടുന്നുള്ളതാണ്. പിന്നെ ക്യാപിറ്റൽ സബ്സിഡി ഫോർ സോളാർ ലൈറ്റിംഗ് ആൻഡ് സ്മോൾ കപ്പാസിറ്റി PV സിസ്റ്റം, അതിന് 40% സബ്സിഡി കിട്ടും, സോളാർ ലൈറ്റിങ്ങിനും ഈ സ്മോൾ കപ്പാസിറ്റി PV സിസ്റ്റം ഒക്കെ ആണെങ്കിൽ. പിന്നെ എന്താണ് സബ്സിഡി ഫോർ പാറ്റൻറ്റ് കോസ്റ്റ്, നമ്മുടെ പാറ്റൻറ്റ് കോസ്റ്റിൻ്റെ ഒരു 50%. നമ്മളെന്തെങ്കിലും പാറ്റൻറ്റ് എടുക്കുകയാണെങ്കിൽ വലിയ കാര്യമല്ല ഇന്ത്യൻ ഗവൺമെൻറ്റിന്, കാരണം നമ്മൾ പുതിയൊരു ഉൽപ്പന്നം കണ്ടുപിടിക്കുകയാണെങ്കിൽ അപ്പോൾ കിട്ടുന്ന ഒരു അവകാശമാണ് പാറ്റൻറ്റ്. അപ്പോൾ ഒരു വലിയൊരു തുക നമ്മൾ അടയ്ക്കണം പാറ്റൻറ്റ് കിട്ടണമെങ്കിൽ. അതിന് 50% തരും, ഗവൺമെൻറ് തരുമെന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നോക്കാനായിട്ടുള്ളത്, ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് ടു ഓൺട്രപ്രണേഴ്സിൽ. ഓക്കെ, ബാക്കി നമുക്ക് വരുന്ന ചാപ്റ്റേഴ്സ് നമുക്ക് വരുന്ന ക്ലാസ്സുകളിലായിട്ട് നോക്കാം. ഓക്കെ.